Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Self, Nirmala College, മൂവാറ്റുപുഴ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് 2-ൻ്റെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് സി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സ്മാർട്ട് കൺസ്ട്രക്ഷൻ കമ്പനി കമൻസ്ഡ് എ കോൺട്രാക്ട് വർക്ക് ഓൺ 1/1/2019. The following particulars are given in connection with the contract number 505 for the year ending 31st December 2019. നമുക്ക് കോൺട്രാക്ട് പ്രൈസ് തന്നിട്ടുണ്ട് 18 lakhs. വർക്ക് സർട്ടിഫൈഡ് അപ് ടു 15/12/2019 12 lakh ആണ്. കോൺട്രാക്ടീസ് അക്കൗണ്ട് ക്യാഷ് റിസീവ്ഡ് 9,60,000 ഉണ്ട്. മെറ്റീരിയൽസ് ഇഷ്യൂഡ് ഉണ്ട്. ഡയറക്റ്റ് വേജ് ഉണ്ട്. ഓവർ ഹെഡ്സ്, സബ് കോൺട്രാക്ട് കോസ്റ്റുകളുണ്ട്. ഡിപ്രീസിയേഷൻ ഉണ്ട്, ഹോൾ ഇയറിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് എക്സ്ട്രാ വർക്ക് ഉണ്ട്. റിക്കവറീസ് ഫോർ എക്സ്ട്രാ വർക്ക് ഉണ്ട്. മെറ്റീരിയൽ അറ്റ് സൈറ്റ് ക്ലോസിംഗ് ഡേറ്റ് തന്നിട്ടുണ്ട്. ദ എക്സ്പെൻഡിച്ചേഴ്സ് ഗിവൺ above include expenditure incurred after December 15th also. Such expense are മെറ്റീരിയൽ ഉണ്ട്, ഡയറക്റ്റ് വേജ്, ഓവർ ഹെഡ്, ഡിപ്രീസിയേഷൻ. നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞേക്കുന്നത് കോൺട്രാക്റ്റ് അക്കൗണ്ടാണ്. നമുക്ക് ആൻസറിലേക്ക് വരാം. ഒരു പർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം, പർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം അക്കൗണ്ടാണ്. നമ്മൾ ആദ്യം തന്നെ നമുക്ക് വന്നേക്കുന്ന എക്സ്പെൻസുകളൊക്കെ കാണിക്കാം. കോൺട്രാക്റ്റിലേക്ക് വന്നേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് 3,60,000 ആണ്. ഡയറക്റ്റ് വേജ് 3,10,000. ഓവർ ഹെഡ് 18,000. സബ് കോൺട്രാക്ട് കോസ്റ്റ് നമ്മുടെ കോസ്റ്റ് തന്നെയാണല്ലോ, 16,000. എക്സ്ട്രാ വർക്കിൻ്റെ കോസ്റ്റും ഡെബിറ്റ് തന്നെ വന്നു. പ്രോഫിറ്റ് ഓഫ് എക്സ്ട്രാ വർക്ക് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിലത് കോസ്റ്റ് ഓഫ് എക്സ്ട്രാ വർക്ക് 7,000-ഉം റിക്കവറീസ് ഓഫ് എക്സ്ട്രാ വർക്ക് 8,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഡിഫറൻസ് ആണ് നമ്മൾ പ്രോഫിറ്റ് ഓഫ് എക്സ്ട്രാ വർക്കായിട്ട് 1,000 കാണിച്ചിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ നമുക്ക് തന്നേക്കുന്നത് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ഫോർ ദി ഓൾ ഇയർ തന്നിട്ടുണ്ട് 24,000. ദെൻ മെറ്റീരിയൽ അറ്റ് സൈറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ് 6,000. റിക്കവറീസ് ഓഫ് എക്സ്ട്രാ വർക്ക് എന്ന് പറയുന്നത് 8,000. വർക്ക് സർട്ടിഫൈഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വർക്ക് സർട്ടിഫൈഡ് തന്നിട്ടുണ്ട് 12 ലക്ഷമാണ്. അപ്പോൾ നമ്മളത് നേരിട്ട് എഴുതുന്നു. വർക്ക് സർട്ടിഫൈഡ് 12 ലക്ഷം. വർക്ക് അൺസർട്ടിഫൈഡ് കോൺട്രാക്ട് പ്രൈസ് ഉണ്ട്. വർക്ക് അൺസർട്ടിഫൈഡ്, വർക്ക് സർട്ടിഫൈഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് അവൈലബിൾ ആണ്. പക്ഷേ വർക്ക് അൺസർട്ടിഫൈഡ് കണ്ടുപിടിക്കാനുള്ള ക്ലോസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ്റെ അവസാന ഭാഗത്ത് തന്നേക്കുന്നത്. അതായത് 15th ഡിസംബറിന് ശേഷം വന്നേക്കുന്ന മെറ്റീരിയൽ, ഡയറക്റ്റ് വേജ്, ഓവർ ഹെഡ്, ഡിപ്രീസിയേഷൻ. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് അൺസർട്ടിഫൈഡ് കിട്ടും. ദെൻ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. നമുക്ക് നോഷണൽ പ്രോഫിറ്റ് 5,09,300 കിട്ടി. നമ്മൾ ആ നോഷണൽ പ്രോഫിറ്റ് ബ്രോ ഡൗൺ ചെയ്യുന്നു. ദെൻ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പി&എൽ അക്കൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാകും 50% എബോവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. അപ്പം 5,09,300 ഇൻറ്റു 2/3 ഇൻറ്റു 9,60,000 ഡിവൈഡ് ബൈ 12 lakh. അപ്പോൾ 2,71,627 കിട്ടി. ദെൻ ബാലൻസ് ചെയ്യുന്നു. ബാക്കിയുള്ളത് വർക്ക് ഇൻ പ്രോഗ്രസ്, റിസർവ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. 23ാമത്തെ ക്വസ്റ്റ്യൻ. ജീവ കെമിക്കൽസ് മാനുഫാക്ചർ ആൻഡ് സെൽ ദെയർ കെമിക്കൽ പ്രോഡക്റ്റ് ബൈ 3 കോൺസിക്യൂട്ടീവ് പ്രോസസ്. ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് പ്രോസസ് ആസ് ഡെൽറ്റ് വിത്ത് ആസ് അണ്ടർ. പ്രോസസ് 1, 2, 3 ഉണ്ട്. ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് 662/3% ആണ്, 1/3. ദെൻ ട്രാൻസ്ഫർ ടു വെയർ ഹൗസ് എന്ന് പറയുന്നത് 33 1/3, ഇത് 66 2/3. 60% ആണ് പ്രോസസ് 2-ലേക്ക് പോണത്, 40 ആണ് വെയർ ഹൗസിൽ നിന്ന് പോണത്. പ്രോസസ് 3-ലേക്ക് 100%. ഇൻ ഈച്ച് പ്രോസസ് 4% ഓഫ് ദി വെയിറ്റ് പുട്ട് ഈസ് ലോസ്റ്റ് ആൻഡ് 6% ഈസ് സ്ക്രാപ്പ്, വിച്ച് ഫ്രം പ്രോസസ് 1 റിയലൈസ്ഡ് 3 per ton, പ്രോസസ് 2 5 per ton, പ്രോസസ് 3 6 per ton. അപ്പോൾ എത്രത്തോളം സ്ക്രാപ്പ് വരുമെന്നും അത് വിറ്റാൽ നമുക്ക് എത്ര കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റ് ടു ഏപ്രിൽ 2019. നമുക്ക് പ്രോസസ് 1 മുതൽ 3 വരെ അതിൻ്റെ റോ മെറ്റീരിയൽ എത്രയുണ്ടെന്നും മെറ്റീരിയൽ കോസ്റ്റും മാനുഫാക്ചറിങ് എക്സ്പെൻസും തന്നിട്ടുണ്ട്. പ്രിപ്പയർ എ പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട് ഷോയിങ് കോസ്റ്റ് പെർ ടൺ ഓഫ് ഈച്ച് പ്രോസസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം തന്നെ പ്രോസസ് 1 അക്കൗണ്ട് വരയ്ക്കാം. റോ മെറ്റീരിയൽ, പർട്ടിക്കുലേഴ്സ് കോളം, യൂണിറ്റ് റുപ്പീസ്. ഇതാണ് നമ്മുടെ ആ ഒരു ഹെഡിങ് വരുന്നത്. റോ മെറ്റീരിയൽ നമ്മൾ എത്ര ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതായും തന്നെ നോക്കുക. 1,400-ഉം 10 രൂപയാണ് അതിൻ്റെ കോസ്റ്റ്. അപ്പം 1,400 യൂണിറ്റും 10 രൂപയും. നമ്മൾ പ്രതീക്ഷിക്കുന്ന
വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് 4% ആണ്. അപ്പോൾ 1400 ഇൻറ്റു 4%, 56 യൂണിറ്റ്. ദെൻ മാനുഫാക്ചറിങ് എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ നമുക്ക് നേരിട്ട് അവൈലബിൾ ആണ്. ദെൻ സ്ക്രാപ്പ് അവർ പറഞ്ഞിരിക്കുന്നത് in each process 4% of the weight put in lost and 6% is scrap ആണ്. അപ്പം നമുക്ക് 1400 നമ്മൾ ആദ്യം ഇട്ടത്, അതിൻ്റെ 6% സ്ക്രാപ്പാണ്. അപ്പം 84. അത് വിറ്റാൽ എത്ര കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്? 3 രൂപയാണ് പ്രോസസ്സ് 1 നിന്ന് കിട്ടുക. അപ്പോൾ 84 ഇൻറ്റു 3 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 252. ഇനി വെയർ ഹൗസിലേക്ക് ബാക്കിയുള്ള ഔട്ട്പുട്ടിൻ്റെ 33.33% ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ 1400 ഇട്ടു, 56 84 നഷ്ടപ്പെട്ടു. ബാക്കി എത്രയാണെന്ന് നോക്കുക, 1260 കിട്ടും. അതേ ഇൻറ്റു 33.33% വെയർ ഹൗസിലേക്കും ബാക്കിയുള്ളത് 66.66% പ്രോസസ് 2വിലേക്കും. ഓക്കെ, നമുക്ക് മൊത്തം 1400 യൂണിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നമുക്ക് 56 84 യൂണിറ്റ് നഷ്ടപ്പെട്ടു. ബാക്കി 1260 ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡെബിറ്റ് കോളം എമൗണ്ട് കോളം കൂട്ടി നോക്കുമ്പോൾ 19,152 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും നമ്മുടെ 252 രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയാണ് 18,900. അത് ഡിവൈഡ് ബൈ നമ്മുടെ ബാക്കി വരുന്ന യൂണിറ്റ് 1260 ആണ്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ എന്ന് പറയുന്നത് 15 രൂപയാണ്. അപ്പോൾ ഇവിടെ 420 ഇൻറ്റു 15, ഇവിടെ 840 ഇൻറ്റു 15. ദെൻ നമുക്ക് പ്രോസസ് 2വിലേക്ക് വരാം. പ്രോസസ് 1 നിന്ന് വന്നേക്കുന്ന ആ എമൗണ്ട് വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. പ്രോസസ് 1 നിന്ന് വന്നേക്കുന്ന 840 12,600 കൊടുക്കുന്നു. ദെൻ ആ വർഷത്തെ റോ മെറ്റീരിയൽ 160, അതിൻ്റെ എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട് 16 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 160 ഇൻറ്റു 16 2560. മാനുഫാക്ചറിങ് എക്സ്പെൻസും ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ് 3140. ഇവിടെയും നമുക്ക് ലോസ് ഇൻ വെയിറ്റ് മൊത്തം 840 പ്ലസ് 160 1000 യൂണിറ്റ് ആയിരുന്നു നമ്മൾ ഇട്ടത്. അതിൻ്റെ 4% നഷ്ടപ്പെട്ടു. അപ്പോൾ 40. ദെൻ സ്ക്രാപ്പ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 6% ആണ്. അപ്പം 1000 ഇൻറ്റു 6% 60. 5 രൂപ വെച്ചാണ് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടുക. 60 ഇൻറ്റു 5 300. ഇനി എന്ത് ചെയ്യുക? 1000 നിന്നും 60 40 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 900. 900ൻ്റെ 40% വെയർ ഹൗസിലേക്കും 60% പ്രോസസ് 3യിലേക്കും. ദെൻ നമുക്ക് മൊത്തം 18,300 ഉണ്ടായിരുന്നു. അതിൽ നിന്നും 300 രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 18,000 ആണ്. 18,000 ബൈ 900 20 രൂപയാണ് നമ്മുടെ ഒരു യൂണിറ്റിൻ്റെ വില. അപ്പം നമുക്ക് 360 ഇൻറ്റു 20 ആണ് 7,200. 540 ഇൻറ്റു 20 ആണ് 10,800. ദെൻ അത് നമ്മൾ പ്രോസസ് 3യിലേക്ക് കൊടുക്കുന്നു. പ്രോസസ് 2 അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 540 10,800. റോ മെറ്റീരിയൽ 1260. ക്വസ്റ്റ്യനിലൊരു പറഞ്ഞേക്കുന്നത് 7 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ 1260 ഇൻറ്റു 7 8,820. മാനുഫാക്ചറിങ് എക്സ്പെൻസും ക്വസ്റ്റ്യനിലുണ്ട് 2,898. ലോസ് ഇൻ വെയിറ്റ് ഇവിടെയും 4% ആണ്. 1800 ഇൻറ്റു 4% 72. സ്ക്രാപ്പ് 6% അപ്പം 108. അത് നമുക്ക് വിറ്റാൽ കിട്ടുന്നത് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 6 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 108 ഇൻറ്റു 6 648. ദെൻ നമ്മൾ ജസ്റ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. കിട്ടുന്നത് മൊത്തമായിട്ട് വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 23ാമത്തെ ക്വസ്റ്റ്യൻ. ബാക്കി 2 ക്വസ്റ്റ്യൻസും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കീപ് വാച്ചിങ്. താങ്ക് യു.